കേരള ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. കേരള ഫെസ്റ്റ് നടക്കുന്നത് റുസൈലിലുള്ള ദ ഗാർഡൻസ് ബൈ സാബ്രീസിലാണ്. കുട്ടികളുടെയും വലിയവരുടെയും ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട് അവിടെ. അതുകൂടാതെ ഒരുപാട് സ്റ്റോൾസും ഉണ്ട്. ആക്സസറീസ്, ഡ്രസ്, ഫുഡ് ഒക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോൾസ് ഉണ്ട് കേട്ടോ. എനിക്ക് എടുത്തു പറയാനുള്ളത് ഈ ഉണ്ണിയപ്പാണ് കേട്ടോ. അടിപൊളി ഉണ്ണിയപ്പാണ്, മസ്റ്റ് ട്രൈ ഐറ്റം ആണ് കേട്ടോ. ചൂട്ടോടെ അവരുണ്ടാക്കി തരുന്നതാണ്. നമുക്ക് നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഒരുപാട് ഐറ്റംസ് അവിടെ അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ചെടികളും വിത്തുകളും ഒക്കെ അവൈലബിൾ ആണ്. 2 കുട്ടി ഓണ്ടർപ്രണേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. മാർക്കറ്റിംഗ് ഒക്കെ പഠിച്ചിട്ടാണ് ഇതിന് ഇറങ്ങിയിട്ടുള്ളതെന്നാണ് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. നമ്മളൊക്കെ പണ്ട് കളിച്ചിട്ടുള്ള നമ്മുടെ മക്കൾക്കൊന്നും കളിക്കാൻ കിട്ടാത്ത ഒരുപാട് ടോയ്സ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ തട്ടുകട സെറ്റപ്പിലുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് അവിടെ അവൈലബിൾ ആണ്. എല്ലാം 700 പൈസ ബിലോ ആണ് കേട്ടോ വരുന്നത്. ചമ്മന്തി അച്ചാറൊക്കെ കൂട്ടിയിട്ടുള്ള പഴങ്കഞ്ഞി ഒരു അടിപൊളി ഐറ്റം ആയിരുന്നു കേട്ടോ. പിന്നെ 10 തരം പായസമാണ് അവിടെ ഉള്ളത്. അതെല്ലാം 300 പൈസയാണ് വരുന്നുള്ളൂ. വെറൈറ്റി പായസങ്ങളും അവിടെ അവൈലബിൾ ആണ് കേട്ടോ. മൊത്തത്തിലൊരു വേറെ വൈബായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെ ഗാനമേള സെറ്റപ്പ് ഒരു അടിപൊളി വൈബായിരുന്നു. ഇന്നും നാളെയും കൂടി ഉണ്ട്. പോകാത്തവരൊക്കെ മാക്സിമം പോയി എൻജോയ് ചെയ്യാം. See you with the video. Bye bye.